നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവീ ഭക്തർക്ക് ആത്മസമർപ്പണമാണ് നവരാത്രി കാലം. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രി കാലം. ദേവി ഉപാസനയ്ക്കും ദേവീ പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. നവരാത്രിയെ മഹാവ്രതം എന്നാണ് പറയുന്നത്. നവരാത്രി വ്രതത്തിലൂടെ നീങ്ങാത്ത ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഇല്ല. നവരാത്രി വ്രതം പ്രോക്തം വ്രതാനാമുത്തമം വ്രതം എന്നാണ് പ്രമാണം. നമ്മുടെ മനസ്സിന്റെ അഗാധതയിൽ കട്ട പിടിച്ചു കിടക്കുന്ന ഇരുട്ടിനെ ജ്ഞാനാംബികയുടെ അനുഗ്രഹ പ്രകാശത്താൽ തുടച്ചു നീക്കുവാൻ ഭക്തരെ നവരാത്രി പ്രാപ്തരാക്കുന്നതാണ്. ഈ ഒരു കാലത്ത് സമസ്ത പ്രപഞ്ചവും ദേവീ ചൈതന്യത്താൽ നിറയുമെന്നാണ് വിശ്വാസം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇത്തവണ നവരാത്രി 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് വരുന്നത്. നവരാത്രിയിൽ ദേവിയെ പൂജിക്കാത്തവരെ പോലെ നിന്ദ്യരും ഭാഗ്യഹീനരുമായ മനുഷ്യർ ഭൂലോകത്തിലില്ല എന്ന് പുരാണങ്ങളിൽ പോലും പറയുന്നു. നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ട വിധം ദേവി ഭാഗവത പുരാണത്തിൽ വ്യാസമഹർഷി ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്രത അനുഷ്ഠാന വിധി നിശ്ചയിച്ചിരിക്കുന്നതും. നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ സർവ്വവിഘ്നങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. വ്രതം എടുക്കുന്നതിനു മുൻപായി ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തേണ്ടതാണ്. സീതാദേവിയെ വീണ്ടെടുക്കാനായി ശ്രീരാമചന്ദ്രനാണ് ആദ്യം നവരാത്രി വ്രതം നോറ്റത്. 9 ദിനം ദേവീ പൂജ നടത്തി വ്രതം നോറ്റ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുത്തു. സർവകാര്യസിദ്ധിക്കും ഒപ്പം വിദ്യാവിജയത്തിനുമാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ 22 തിങ്കളാഴ്ചയാണ്. എന്നാൽ കന്നിമാസത്തിലെ അമാവാസി മുതൽ വ്രതം എടുക്കുന്നതും ഉത്തമമാണ്. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ 3 ദിവസം പാർവതി ദേവിക്കും അടുത്ത 3 ദിനം ലക്ഷ്മി ദേവിക്കും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങൾ ഉള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. കേരളത്തിൽ സപ്തമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ ദിവസങ്ങളിൽ മാത്രമായും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. നവമി തിഥി 2 ദിവസങ്ങളായി വരുന്നതിനാൽ ഈ വർഷം 11 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചരണമാണുള്ളത്. വ്രതകാലങ്ങളിലെല്ലാം ഭദ്രദീപം, അതായത് 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഈ 2 തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ തിരിയിടാവുന്നതാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിയിക്കുക. ശേഷം പ്രദക്ഷിണമായി തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കാവുന്നതാണ്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് നിലവിളക്കിനു മുന്നിലിരുന്ന് ദേവീസ്തുതികൾ ജപിക്കണം. ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമമാണ്. ഇനി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ അമാവാസി ദിവസം പിതൃപ്രീതി വരുത്തുകയും വേണം. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ തീർച്ചയായും പിതൃപൂജ നടത്തേണ്ടതാണ്. ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നേരിട്ട് അവരെ വന്നിച്ച് അനുഗ്രഹാശിസ്സുകൾ നേടേണ്ടതുമാണ്. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ എരിവ്, പുളി, ഉപ്പ് എന്നിവ പരമാവധി കുറയ്ക്കുകയും മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതിനോടൊപ്പം മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപേക്ഷിക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഒരു നേരം അരിയാഹാരം കഴിച്ച് മറ്റു 2 നേരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവരുമുണ്ട്.
ഏത് രീതിയിൽ വ്രതമെടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചാണ് വ്രതം എടുക്കേണ്ടത്. വ്രതം എടുക്കുന്നവർ നിർബന്ധമായും ധാരാളം ജലം കുടിക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സ് ഭക്തിസാന്ദ്രമാക്കി സൂക്ഷിക്കുകയും വേണം. 2 നേരം കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇനി 2 നേരം ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ 1 നേരമെങ്കിലും അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ദേവി മാഹാത്മ്യം വായിക്കുന്നതും ദേവിയുടെ സഹസ്രനാമം ഉരുവിടുന്നതും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാ ദിവസവും വ്രതം നോക്കുവാൻ കഴിയാത്തവർ സപ്തമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങളിൽ വ്രതം എടുക്കാവുന്നതാണ്. മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി എന്നീ ദേവി ഭാവങ്ങളെയാണ് ഈ ദിവസങ്ങളിൽ പൂജിക്കേണ്ടത്. എന്നിരിക്കലും 9 ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത്. വിദ്യാർത്ഥികളല്ലാത്തവർക്ക് മോക്ഷപ്രാപ്തിക്കും ശത്രുനാശനത്തിനും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാകുവാനും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നവരാത്രി വ്രതം എടുക്കാവുന്നതാണ്. നവരാത്രി വ്രതകാലത്ത് സന്ധ്യയ്ക്ക് സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങളും പാരായണം ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. നവരാത്രി വ്രതം എടുക്കുന്നവർ വിദ്യാലാഭമാണ് ലക്ഷ്യമെങ്കിൽ സരസ്വതീ ദേവിയുടെ സങ്കല്പത്തിൽ ദേവീ ഭജനം നടത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന മന്ത്രം വ്രതദിനങ്ങളിൽ ഉരുവിടുന്നത് അതിശ്രേഷ്ഠമാണ്. നവരാത്രി ദിവസങ്ങളിൽ ബാഹ്യവും ആന്തരികവുമായ പരിശുദ്ധി പാലിച്ചുകൊണ്ട് ദേവീസ്തുതികൾ കീർത്തനം ചെയ്യുക, ദേവി പൂജ നടത്തുക ആദിയായവ അനുഷ്ഠിക്കുന്നത് ഭൗതികവും ആത്മീയവുമായ ശ്രേയസ്സിന് വളരെയധികം ഉത്തമമാണ്. കാര്യവിജയമാണ് നവരാത്രി വ്രതത്തിൻ്റെ പ്രധാന ഫലം. വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും നേരെയാകുന്നതിന് നവരാത്രി വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷം, ദൃഷ്ടിദോഷം എന്നിവ അകലുന്നതിനും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇതിനെല്ലാം ഉപരി ജന്മജന്മാന്തരമായുള്ള പാപങ്ങളില്ലാതാകുന്നതിനും നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. നവരാത്രി ദിവസങ്ങളിൽ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ച് ദേവിയെ പൂജിക്കുന്നവർക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതാണ്. ഇതുകൂടാതെ ദുർഗാദേവി നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യം, സമ്പത്ത്, ജ്ഞാനം, വിജയം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നതുമാണ്. ദക്ഷിണേന്ത്യയിൽ മഹിഷാസുരമർദ്ദനവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമായാണ് നവരാത്രി ആഘോഷിക്കുന്നത്. സ്ത്രൈണ ശക്തിയുടെ പ്രതീകം, തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം, വിദ്യാരംഭം, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ, ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ രാവിലെയും വൈകിട്ടും ദേവി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പൂജ ചെയ്യുന്നതിനായി ദുർഗാദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി ആ ഒരു ഫോട്ടോ ഇല്ല എങ്കിൽ അതിനു പകരം ലക്ഷ്മി ദേവിയുടെയോ സരസ്വതി ദേവിയുടെ ഫോട്ടോ ഉപയോഗിച്ചും നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കുക. ഒരു പീഠത്തിലോ അല്ലെങ്കിൽ മരപ്പലകയിലോ ചുവന്ന പട്ട് വിരിച്ച് അതിൽ ഒരു പിടി പച്ചരി നിരത്തി ആ പച്ചരിക്ക് മുകളിലായി ദുർഗാദേവിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ, സരസ്വതി ദേവിയുടെ ഫോട്ടോ വയ്ക്കാവുന്നതാണ്. ഫോട്ടോ വെച്ചതിന് ശേഷം ചുവന്ന പൂക്കളോ അല്ലെങ്കിൽ വെളുത്ത പൂക്കളോ കൊണ്ട് ഫോട്ടോ അലങ്കരിക്കാവുന്നതാണ്. പിന്നീട് വിളക്ക് കൊളുത്തി ധൂപദീപ ആരതി നൽകി നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ്. നവരാത്രി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതായി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറയുന്നതിനായി നവരാത്രി കാലങ്ങളിൽ അഖണ്ഡദീപം കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. 9 ദിവസവും അണയാതെ കൊളുത്തുന്ന ദീപമാണ് അഖണ്ഡദീപം. അഖണ്ഡദീപം കൊളുത്തി ആ ദീപത്തിനെ ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി ഈ 3 ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. 9 ദിവസം, 7 ദിവസം, 5 ദിവസം, ഇനി അതല്ലെങ്കിൽ അവസാനത്തെ 3 ദിവസമായും അഖണ്ഡദീപം കൊളുത്താവുന്നതാണ്. അഖണ്ഡദീപം കൊളുത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഖണ്ഡദീപം കൊളുത്തിയതിനു ശേഷം വ്രതം തീരുന്നതുവരെ ആ വിളക്ക് അണയാതെ നോക്കേണ്ടതാണ്.
അഖണ്ഡദീപം മൺവിളക്കിലോ അല്ലെങ്കിൽ കുറച്ചധികം എണ്ണ കൊള്ളുന്ന വലിയ വിളക്കുണ്ടെങ്കിൽ ആ വിളക്കിലും നിങ്ങൾക്ക് അഖണ്ഡദീപം കൊളുത്താവുന്നതാണ്. ഏത് വിളക്കിലാണോ ദീപം കൊളുത്തുന്നത് ആ വിളക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കുക. പിന്നീട് ആ തട്ടത്തിലേക്ക് നെല്ലോ അല്ലെങ്കിൽ പച്ചരിയോ നിരത്തി അതിനു മുകളിൽ വിളക്ക് വെച്ച് ദീപം തെളിയിക്കാവുന്നതാണ്. ഇനി വിളക്ക് കൊളുത്തുവാൻ തിരി എടുക്കുമ്പോൾ കുറച്ച് നീളം കൂടിയ തിരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും വിളക്ക് കരിന്തിരി കത്തുവാനും പാടില്ല. നവരാത്രി ദിവസങ്ങളിൽ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ച് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. മാത്രമല്ല എല്ലാ വ്രത ദിവസങ്ങളിലും ദുർഗാ ഭഗവതിയുടെ ധ്യാന ശ്ലോകം ഭക്തിപൂർവ്വം ചൊല്ലുന്നതിലൂടെ സർവ്വ ദുഃഖങ്ങളും ദേവി അകറ്റുന്നതാണ്. മാത്രമല്ല സർവാഭീഷ്ടങ്ങളും ദേവി നടത്തിത്തരുന്നതുമാണ്. ആയുസ്, ദാരിദ്ര്യ ശമനം, വിദ്യാഗുണം, ആഗ്രഹ സാഫല്യം, ശത്രുദോഷ നിവാരണം, ധനലാഭം, കുടുംബ ഐശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിൻ്റെയും പൂജയുടെയും ഫലം. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടി ഇത്തവണ എല്ലാവരും നവരാത്രി വ്രതം അനുഷ്ഠിക്കുക. എല്ലാവർക്കും ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.